ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ വർക്കല ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. 6 മണി എന്ന് പറഞ്ഞ് കറക്റ്റ് 6:30 ഞങ്ങൾ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി ഒരു ഓട്ടോ ചേട്ടനൊക്കെ ആയിട്ട് വഴക്കൊക്കെ ഇട്ട് ഫൈനലി ഞങ്ങൾ ഊബർ വിളിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 7:15 കൂടിയിട്ടൊക്കെയാണ് എറണാകുളം ടൗണിൽ നമുക്ക് ട്രെയിൻ വരിക. നമ്മളങ്ങനെയാണെങ്കിൽ ഒരു 11-11:30 ഒക്കെ ആകുമ്പോഴത്തേനും നമ്മൾ വർക്കലയെത്തും. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു. കൗണ്ടറിൽ നോക്കിയപ്പോൾ ടിക്കറ്റ് എടുക്കാനുള്ള മടി കൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു. ഞങ്ങളുടെ തീർത്തും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രാവലാണ് കേട്ടോ. സ്റ്റേഷനിൽ വന്ന ആദ്യം ഞങ്ങളുടെ കണ്ടുപോയത് ഇങ്ങോട്ടേക്കാണ്. ഇന്നത്തെ ഞങ്ങളുടെ സ്പോൺസർ എന്ന് പറയുന്നത് മഴബിയാണ്. ട്രെയിനാണ് നമ്മൾ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 4 hours ഒക്കെയാണ് മാക്സിമം നമുക്ക് വർക്കിലേക്ക് എടുക്കുന്ന ട്രാവലിംഗ് ടൈം വരുന്നത് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ടീം, സോമി, മഴബി ആൻഡ് മീ. അങ്ങനെ ഞങ്ങളുള്ള സ്റ്റെപ്പൊക്കെ വലിഞ്ഞു കയറി പ്ലാറ്റ്ഫോം 2 പോകാനായിട്ടുള്ള വഴി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴെ വന്നപ്പോഴത്തേക്കും വരുന്ന ട്രെയിൻ. പക്ഷെ അത് ഞങ്ങളുടെ ട്രെയിനല്ല, ഏതോ ഒരു ട്രെയിൻ എങ്ങോട്ടേക്കോ പോകുന്നു. ഞങ്ങളുടെ ട്രെയിൻ ലേറ്റാണ്, 1/2 മണിക്കൂർ ലേറ്റാണ്. സോ ഞങ്ങൾ ആ ടൈമിൽ ഒരു ടീ കുടിക്കാനെന്ന് പ്ലാൻ ചെയ്യുന്നു. ടീ ഒക്കെ കുടിച്ച് വന്നപ്പോഴത്തേക്കും വരുന്ന ട്രെയിൻ. ഞങ്ങൾ ചൂസ് ചെയ്ത് ജനറൽ കമ്പാർട്ട്മെൻറ്റാണ്. തിരക്കൊന്നും ഇല്ലായിരിക്കും എന്നോർത്താണ് ചൂസ് ചെയ്ത്. പക്ഷെ മുടിഞ്ഞ തിരക്കായിരുന്നു. മേ ബി പെരുന്നാളിൻ്റെ ലീവൊക്കെ കഴിഞ്ഞ് പോകുന്നവരൊക്കെ ആയിരിക്കും. ഒട്ടകത്തിന് സ്ഥലം കൊടുത്തു എന്ന് പറഞ്ഞതുപോലെയായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത് സീറ്റ്. ട്രെയിനിലിരുന്ന് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കാടുമേടൊക്കെ ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ഫൈനലി ഞങ്ങൾ വർക്കല എത്താറായിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വർക്കലയിൽ ഈ കാണുന്നതാണ് ഞങ്ങളുടെ വീഡിയോഗ്രാഫറിൻ്റെ വീഡിയോഗ്രാഫി ക്രിയേറ്റിവിറ്റി ചെന്ന് തലയടിച്ച് ഞാൻ അവിടെ വീഴാത്തതിൻ്റെ ബാക്കി. നമുക്കൊന്നും അറിയില്ല അങ്ങനെ ഈ കേട്ടില്ലേ, ഇതാണ് സൂമോൻ്റെ ഇൻസ്ട്രക്ഷൻസ്. നമ്മൾ ആദ്യമായിട്ട് ചെല്ലുന്നതുകൊണ്ട് ഓട്ടോക്കാരൻ നമ്മളെ പറ്റിച്ചാലോ. സോ നമ്മൾ അവിടെ ആദ്യമായിട്ടല്ല വരുന്നതെന്ന് അവരെ ബോധ്യപ്പെടുത്തണം. അങ്ങനെ ഒരു ഓട്ടോറിക്ഷ വന്ന് നിർത്തിയിരിക്കുന്നു. ഞങ്ങൾ ഓട്ടോറിക്ഷയിലൊക്കെ കയറി സോമു പറഞ്ഞതുപോലെ തന്നെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു 3 kilometers നമുക്ക് റൂമിൻ്റെ അങ്ങോട്ടേക്ക് വരുന്നുള്ളൂ. അവിടെ അടുത്ത് തന്നെയാണ് നമുക്ക് ബീച്ചും വരുന്നത്. റൂം ഓൾറെഡി ഞങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡാലിയ ബീച്ച് റിസോർട്ടിലെത്തി. വിചാരിച്ച പോലെ തന്നെ അവിടെയും ഓട്ടോ ചേട്ടനായിട്ട് അടിയാക്കി ആൾ പിന്നെ കുറച്ച് ഡ്രിങ്ക്സ് ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾ വിട്ടിട്ട് ചെക്ക് ഇൻ ചെയ്യാനായിട്ട് പോവുക. അങ്ങനെ നമ്മൾ വീണ്ടും സ്റ്റെപ്പൊക്കെ കയറി റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ബീച്ചിൻ്റെ അവിടെ നിന്നും ഒരു 1 minute വാക്കിംഗ് ഡിസ്റ്റൻസ് ആണ് ഇതുള്ളൂ. നല്ല സിറ്റിംഗ് ഏരിയ ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈവനിങ് ടൈമിൽ ചില്ല് ചെയ്തിരിക്കാൻ പറ്റിയ ഏരിയ. അതൊക്കെ ഞങ്ങൾ റൂമാണിത്. ടേബിൾ, ചെയർസ്, ഷെൽഫ്, പിന്നെന്താ ലൈറ്റ്, ലാമ്പ്, ബെഡ്, ബാത്റൂം. ഓക്കെ, നമ്മൾ വിചാരിച്ച അത്രയായില്ല, എന്നാലും ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്യാം. ഞങ്ങൾ റൂമിൽ വന്നപ്പോൾ സമയം 12:30 സോ ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. ബിക്കോസ് ഞങ്ങൾക്ക് പോയി കഴിക്കാനായിട്ട് ഭയങ്കര ടയേർഡായിരുന്നു. റൂം വിചാരിച്ച പോലെ അല്ലായിരുന്നു, ഇത്തിരി റെസ്ട്രിക്ഷൻസ് ഒക്കെ കൂടുതലായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഫ്രഷായി ഈവനിങ് ആയപ്പോഴത്തേക്കും ഔട്ടിങ്ങിനായിരുന്നു. ഇവിടെ ഒരാളാണെങ്കിലോ മണിച്ചിത്ര താഴിൽ നാഗവല്ലിയായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. നല്ല വെയിലൊക്കെ ആയതുകൊണ്ടാണ് ഞങ്ങൾ ഈവനിങ് ആകുമ്പോഴത്തേനും ഇറങ്ങാമെന്ന് പ്ലാൻ ചെയ്തത് കേട്ടോ. കോട്ടേജ്, യെസ്, അത് ലൈറ്റ് ചേർത്തോടി. അത് നൈറ്റ് ആകുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. നമ്മൾ 1 minute ഉള്ളൂ വാക്കിംഗ് ഡിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് കോട്ടേജസ്, അതുപോലെ തന്നെ യോഗ സെൻറ്റർ, മസാജിങ് സെൻറ്റർ അങ്ങനെയൊക്കെയാണ്. പോണ വഴിക്ക് 2 പട്ടികളെ കണ്ട് ഞങ്ങൾ സ്റ്റക്കായി നിൽക്കുകയാണ്. കണ്ടോ യോഗ സെൻറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട്. അത്
ധൈര്യമൊക്കെ സംഭരിച്ച് ഇതാ സോമ ഓടിക്കാൻ പോകുന്നുണ്ട്. പക്ഷെ ഇതാ പോയതിനേക്കാൾ സ്പീഡിൽ ആൾ തിരിച്ചും പോകുന്നു കേട്ടോ. എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. അതാ ദൂരത്തുനിന്ന് ഏതോ ഒരാൾ വരുന്നുണ്ട്. പട്ടിയുടെ ഓണറാണോ അതോ ഞങ്ങളുടെ അവസ്ഥ കണ്ട് വരുന്നതാണോ എന്നറിയത്തില്ല. ബീച്ചിൻ്റെ സൈഡ് ആയതുകൊണ്ടാണ് ഈ പട്ടികളൊക്കെ ഇങ്ങനെ കൂടുതൽ വരുന്നത്. അങ്ങനെ ദാ ഞങ്ങൾ വർക്കല ക്ലിഫിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇനി സ്റ്റെപ്പ് ഇറങ്ങി കണ്ടോ, അതുപോലെ മണ്ണിട്ട ആ ഒരു സ്പേസാണ്. ഇതിൽ കൂടെ ഇറങ്ങി വേണം നമ്മൾ ബീച്ചിലേക്ക് പോകാൻ. കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള വഴിയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞങ്ങൾ ധൈര്യപൂർവ്വം മഴാബീനെയാണ് ഫ്രണ്ടിൽ ഇറക്കിയിരിക്കുന്നത്. ബീച്ചിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഞങ്ങളുടെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി ബീച്ചിലെത്തിയിരിക്കുന്നു. ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾ ആ നഗ്നമായി സത്യം അറിഞ്ഞത്. ഈ ഒരു സീസൺ കാരണം നമുക്ക് ആ ഒരു ബീച്ചിൻ്റെ സൈഡ്, അതായത് തീരത്തോട്ട് വരുന്ന പോർഷനൊക്കെ കുറച്ച് ആഴമുള്ളതായിരിക്കും. സോ കുറച്ച് ഡേഞ്ചറസ് ആയതുകൊണ്ട് നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ല. എല്ലാം പോയി ഗൈസ്. സോ നമ്മളിനിയിപ്പോൾ ഇവിടെയുള്ള കാഴ്ചകൾ കണ്ടോ, ആ കുന്നിൻ്റെ മണ്ടയിലൊക്കെ കയറി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വ്യൂ ഒക്കെ കണ്ടിട്ട് വരാം. ഇവിടെ നമുക്ക് മെയിനായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ പാരാഗ്ലൈഡിങ്, പാരാമോട്ടറിങ്, കയാക്കിങ്, ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. അതായത് നമുക്ക് ഈ വെള്ളത്തിന് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, നമുക്ക് വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ പറന്ന് നടക്കാനൊക്കെ ഞങ്ങൾ പ്ലാനൊക്കെ ചെയ്തിട്ട് ആരൊക്കെ മുകളിൽ കൂടെ പറക്കണം എന്നെല്ലാം പ്ലാൻ ചെയ്ത് വന്നത്. പക്ഷെ കണ്ടോ, കയറൊക്കെ കെട്ടിതാ ഞങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. സോ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ നോ വേ. കൂടാതെ സെക്യൂരിറ്റി ഗാർഡ്സൊക്കെ ഉണ്ട്, അവർ വിസിൽ ഊതിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് നടക്കുന്നുണ്ട്. സോ നമുക്ക് ഇവിടെ നിന്നുകൊണ്ടുള്ള കാഴ്ചകളൊക്കെ കാണാം. നോക്കൂ, ദൂരെ ബോട്ടാണോ വള്ളമാണോ എന്തിനാണോ അങ്ങോട്ടേക്കും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. നമുക്കതൊക്കെ കണ്ട് ഇവിടെ നിൽക്കാം. സോ ഇനി നിങ്ങളാണെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ, പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ മുൻകൂട്ടി നമ്മളൊന്ന് ഒരു ഐഡിയ എൻക്വയറി ചെയ്ത് വെക്കുക, എക്സ്പെഷ്യലി ബീച്ചിൻ്റെ കാര്യത്തിലൊക്കെ. കാരണം ഏത് സമയത്താണ് എന്താണ് ചേഞ്ച് ആകുമെന്ന് പറയാൻ പറ്റത്തില്ല. ബട്ട് ഇങ്ങനെ റെസ്ട്രിക്ഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇല്ലാത്ത ടൈമിൽ വരുമായിരുന്നെങ്കിലുള്ള അവസ്ഥ എന്തായിരുന്നു. പിന്നെ ഞങ്ങളിവിടെ കുറേ ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് റീൽസൊക്കെ ചെയ്ത് കുറേ വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ ഇതിൻ്റെ ടോപ്പിലേക്ക്, ആദ്യം കാണിച്ചില്ലേ, അതങ്ങോട്ടേക്ക് പോകാനായിട്ട് നടക്കുകയാണ്. ഈ ഒരു ടൈം ആയതുകൊണ്ടാണ്. എല്ലാവരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പാരാമോട്ടറിങ്, പാരാഗ്ലൈഡിങ് അതൊക്കെ കുറച്ചും കൂടെ ആ ഒരു എൻജോയ്മെൻ്റ് ആയിരുന്നേനെ. ബട്ട് നമുക്കത് മിസ്സായിപ്പോയി. സാരമില്ല, നമുക്ക് നെക്സ്റ്റ് ടൈം നമുക്ക് നോക്കിയിട്ട് വേണം വരാൻ. പിന്നെ നമുക്ക് ആ ഒരു സൂര്യാസ്തമയം കാണാൻ പറ്റിയില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു മഴക്കാർ പോലെയൊക്കെ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു സൂര്യാസ്തമയം കാണാൻ പറ്റിയില്ല. ഇപ്പോൾ സമയം ഏകദേശം ഒരു 6 മണി അടുത്താവാറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മേലിലേക്ക് പോകാം. പിന്നെ കുറേ കാറ്റാടികൾ, ബബിൾസ്, അങ്ങനെ കുറേ സാധനങ്ങൾ. പിന്നെ ഇതിലിതാ കുറേ കുട്ടികൾ ഇതൊക്കെ വിറ്റുകൊണ്ട് നടക്കുന്നുണ്ട്. ഞങ്ങൾ അവരെ ഒരാളെ പരിചയപ്പെട്ടു. അപ്പോൾ നമ്മൾ അവർ സ്കൂളിൽ പോയിട്ട് ഡയറക്റ്റ് ഇവിടെ വന്ന് ഇതിന് വേണ്ടിയിട്ടായിട്ട് നടക്കുവാണ്. പിന്നെ നമ്മൾ ബീച്ചിൽ നിന്ന് മേളിലേക്ക് കയറുന്നോറും അവിടെ വർക്കല മറൈൻ പാലസ്, റെസ്റ്റോറൻറ്റ്സ്, കഫേസ്, അങ്ങനെ ഞങ്ങൾ ഒരു ഷോപ്പിൽ കയറി ഞങ്ങൾ കുറച്ച് ജ്യൂസൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമെന്നോർത്ത്. നല്ല തിരക്കായിരുന്നു, ചെയേഴ്സൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഞങ്ങളിവിടെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടുണ്ട്. അവർ ഫ്രഷ് ജ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ആ ഒരു അതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ആ മുള്ള ചക്ക പോലത്തെ സാധനമില്ലേ. അങ്ങനെ ഞാനും സോമിയും കൂടെ കൂടി വാട്ടർമെലനും ഓർഡർ ചെയ്തു. മഴബി ഐസ്ക്രീം അങ്ങനെ എന്തൊക്കെയോ വാങ്ങിച്ചു. ഞാൻ എവിടെ പോയാലും വാട്ടർമെലൻ്റെ ആളാണ്. അങ്ങനെ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ച് പിന്നെയും ഞങ്ങളുടെ പുറത്തേക്ക് ഇറങ്ങി. കുറച്ചൊന്ന് ഇരുട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മളിനി അടുത്തത് പോകാൻ ഉദ്ദേശിക്കുന്നത് ഇത് കണ്ടോ, ഇത് നമ്മൾ റെസ്റ്റോറൻറ്റാണ്. നമ്മൾ ആദ്യം അവിടെ വെച്ച് കണ്ട റെസ്റ്റോറൻ്റാണ്. നല്ലൊരു രസമാണ്, നല്ലൊരു ആ ഒരു ക്യാൻഡിലൊക്കെ വെച്ചിട്ട് നല്ല രസമായിരിക്കും. ആ ഒരു കാറ്റത്തൊക്കെ ഇവിടെ വന്ന് ഇരിക്കാനൊക്കെ ആയിട്ട്. പിന്നെന്താ, റെസ്റ്റോറൻറ്റിൽ പുറത്ത് തന്നെ അവിടുത്തെ സ്റ്റാഫ് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആളുമായിട്ട് കുറച്ചൊക്കെ സംസാരിച്ച് അവിടെ ഫുഡ് മെനു ഒക്കെ ഒന്ന് സെർച്ചൊക്കെ ചെയ്തിട്ടാണ് പോയത്. ഈവനിങ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് ഫുഡ് കഴിക്കാമല്ലോ, അടുത്ത് തന്നെയല്ല റൂമിൻ്റെ. പിന്നെ അവിടെ നിന്ന് പിന്നെയും ഞങ്ങൾ ഇവിടെ അടുത്ത ആ ഒരു സ്പോട്ടാണ്
വർക്കല മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വർക്കല മാർക്കറ്റിലേക്കാണ് അടുത്തത് പോകുന്നത്. ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. ഈ വർക്കല മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബീച്ചിനോട് ചേർന്ന് തന്നെ കുറച്ച് ടോപ്പിലായിട്ടാണ് ഇങ്ങനെ നീണ്ടു കിടക്കുന്നത്. കുറേ കിലോമീറ്റേഴ്സോളം ഈ മാർക്കറ്റ് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലായിരുന്നു കുറേ നടക്കാനുണ്ട്. ഞങ്ങളാണെങ്കിൽ ഒന്നാമത് കയറ്റമൊക്കെയാണ് നടന്ന് ക്ഷീണിച്ചാണ് വരുന്നത്. ഇതാണ് നമ്മുടെ മാർക്കറ്റിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻറ്റ്. അതായത് നമ്മൾ മാർക്കറ്റിൻ്റെ ആ ഒരു റോഡിൻ്റെ സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബീച്ച് കറക്റ്റായിട്ട് ബീച്ചിൻ്റെ ഒരു വ്യൂ മാത്രമാണ്. ഈ ബീച്ചിൻ്റെ ഈ ഒരു ടോപ്പിലൂടെയാണ് നമ്മുടെ ഈ മാർക്കറ്റിൻ്റെ എൻഡ് വരെ പോയേക്കുന്നത്. ഇതാണ് മാർക്കറ്റിൻ്റെ സ്റ്റാർട്ടിങ്, ബാബ കദാബ. പിന്നെ ഈ വഴികളൊക്കെ കണ്ടോ, ഇതുപോലെയാണ് മാർക്കറ്റിങ്ങിൻ്റെ എൻഡ് വരെ നമ്മൾ ഇങ്ങനത്തെ ഈ ലൈറ്റൊക്കെ കുറഞ്ഞിട്ട് നല്ലൊരു നൈറ്റ് വൈബിന് പറ്റിയ ഒരു സ്പോട്ടാണ്. പിന്നെ കുറേ ഷോപ്പുകളുണ്ട്, ജ്വല്ലറീസ്, ക്ലോത്ത് ഐറ്റംസ്, അതുപോലെ തന്നെ ടാറ്റു ചെയ്യുന്നുണ്ട്, ടാറ്റൂസ്, കൂടാതെ റെസ്റ്റോറൻറ്റ്സ്, അങ്ങനെ കുറേ ഇതുണ്ട്. ഇതെല്ലാം നമ്മുടെ ഈ ബീച്ചിൻ്റെ സൈഡ് വഴിയിട്ടാണ്. ഈ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു, ഭയങ്കര നല്ല ആംബിയൻസോട് കൂടിയിട്ട് ബീച്ചിൻ്റെ സൈഡിൽ എല്ലാം ഇതുപോലെ തന്നെ. എല്ലാ റെസ്റ്റോറൻറ്റ്സ് ആണെങ്കിലും ഇപ്പോൾ ഇതെല്ലാം ഹോട്ടലുകളാണ്, നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഹോട്ടലുകൾ വിത്ത് സ്വിമ്മിംഗ് പൂളോട് കൂടി. പിന്നെ നമ്മൾ മണിക്കൂറോളം നടന്ന് പുറത്തേക്ക് നടന്ന് അടുത്ത ടൗണിലേക്ക് പോവുകയാണ്. ഫുഡൊക്കെ വാങ്ങിച്ച് റൂമിലേക്ക് പോകാമെന്ന് ഓർത്ത്. ഗൈസ്, ഞങ്ങൾക്ക് 8ൻ്റെ പണി കിട്ടിയിട്ടിരിക്കുകയാണ്. ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ മഴാബിക്കാണ് പറ്റിയിരിക്കുന്നത്. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഷോപ്പിങ്ങിന് കയറി പേയ്മെൻറ്റ് ചെയ്തപ്പോൾ GPay ചെയ്യാനായിട്ട് മഴാബി എന്ത് ചെയ്തു, നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പിടിച്ചിരിക്കുന്ന ഓട്ടോക്കാരുടെ കയ്യിലേക്ക് പൈസ അയച്ചു കൊടുത്തിരിക്കുകയാണ്. സോ നമുക്കിനി എന്ത് ചെയ്യണമെന്നും അറിയാതെ നിൽക്കുകയാണ്. ഒരു 3000 എബോ റുപ്പീസാണ് പോയിരിക്കുന്നത്. സോ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കണം. എന്നാലും ഞങ്ങൾ അത്യാവശ്യം ഷോപ്പിംഗൊക്കെ ചെയ്തിട്ട് റൂമിലേക്ക് പോവുകയാണ്. ഫുഡൊക്കെ കഴിച്ചു, സെറ്റായി. നല്ല ഫുഡായിരുന്നു കേട്ടോ. ഇവിടെ റെസ്റ്റോറൻറ്റിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഫ്രഷ് ആയിട്ടുള്ള പ്രോൺസ് അങ്ങനത്തെ ഫിഷുകളൊക്കെ ആ ഒരു റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിൽ തന്നെ വെക്കും. എന്നിട്ട് നമ്മൾ ലൈവായിട്ട് നമുക്കത് ഇത് ചെയ്ത് തരും, കുക്ക് ചെയ്ത് തരും. നല്ല അതിൻ്റെ ഒന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല, ബിക്കോസ് ഞങ്ങൾ ഇതിൻ്റെ ആ ഒരു ക്യാഷ് പോയതിൻ്റെ ആ ഒരു ഇതിലായിരുന്നു. ഓട്ടോയുടെ നമ്പർ കിട്ടിയിട്ടുണ്ട്, ബട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞങ്ങളിവിടെ ഒരു ഓട്ടോ ചേട്ടനെ ഞങ്ങൾ പരിചയപ്പെട്ടു, ആളുടെ ഫോൺ നമ്പർ മേടിച്ചിട്ടുണ്ട്. ആൾ നോക്കട്ടെ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഹലോ ഗൈസ്, അങ്ങനെ ഫൈനലി ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ വരെ കയറിയിരിക്കുകയാണ്. ബട്ട് അവിടുത്തെ സാറുമാർ നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ഞങ്ങൾ ഹാൻഡിൽ ചെയ്ത് ഞങ്ങൾക്ക് തിരികെ ക്യാഷ് മേടിച്ച് തന്നിരിക്കുകയാണ്. അങ്ങനെ മഴാബിയും നല്ല ഹാപ്പിയായി ഞങ്ങൾ തിരികെ ട്രെയിൻ കയറി. ബിക്കോസ് ഞങ്ങൾക്ക് ജഡായുവിനോട് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് മഴാബിക്ക് ലീവ് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ തിരികെ പോരുകയാണ്. ഞങ്ങളുടെ ഈ ട്രിപ്പ് ടോട്ടലി ഇൻകംപ്ലീറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ ഒന്നും കൂടി വർക്കിലേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ അങ്ങനെ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ തിരികെ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഒരു ഈവനിങ് 5:30, 6 o'clock ഒക്കെ ആയി. ഞങ്ങളിനി അടുത്തത് ഒരു ചായയൊക്കെ കുടിക്കാനായിട്ട് പോകുകയാണെന്നാണ് സോമ പറയുന്നത്. ഫേസ് വാഷൊക്കെ ചെയ്ത് ചായയും സ്നാക്സൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ വീട്ടിലേക്ക് തിരികെ പോവുകയാണ്. എങ്ങനെയുണ്ട് ഗൈസ്? ഞാൻ സുന്ദരിയായോ ചായ കുടിക്കാൻ? ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കിട്ടിയ ഓട്ടോറിക്ഷ കറണ്ട് പ്രാക്കുകൊണ്ടാണോ എന്നറിയത്തില്ല. പിന്നീട് കിട്ടുന്ന ഓട്ടോറിക്ഷ കൊണ്ടെല്ലാം ഞങ്ങൾ പൊറുതി ബുദ്ധിയിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഒരു 7 മണിയൊക്കെ ആകാറായി. ചെറുതാണെങ്കിലും ടോട്ടലി നല്ലൊരു മെമ്മറബിൾ ട്രിപ്പായിരുന്നു. അപ്പോൾ ഇനി നിങ്ങളാണെങ്കിലും ഇപ്പോൾ വർക്കല ട്രിപ്പൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വെക്കേഷൻ ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ട്രെയിൻ ബുക്ക് ചെയ്ത് തന്നെ പോകുക. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ പോകുന്നിടത്തേക്ക് ഒന്ന് എൻക്വയറി, ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് വിളിച്ച് ഒന്ന് അന്വേഷിച്ചിട്ട് വേണം പോകാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാൻ ടോട്ടലി പോകും. അപ്പോൾ ഇനി ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.